അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, നമ്മുടെ പ്രിയപ്പെട്ട ആഷി ഉസ്താദും സഫീറും അതാ ഈജിപ്തിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്നാൽ ഉമ്മാക്ക് അടുക്കളയിൽ നല്ല തിരക്കാണ്. അതെ, എല്ലാ കാര്യങ്ങളും ഉമ്മ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ സഫീർ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഇതൊക്കെ എന്തിനാ ഉമ്മ? മോനെ, അതെന്താ, ആഷി അന്ന് പോയപ്പോൾ ഞാൻ ഒരുപാട് പലഹാരങ്ങളും സാധനങ്ങളും കൊടുത്തയച്ചതാണല്ലോ. ഇനിയിപ്പോൾ ഇപ്രാവശ്യം ഇപ്പം നിങ്ങൾ 2 പേരാണ് പോകുന്നത്, 2 പേർക്കുള്ള ലഗേജ് ഇഷ്ടം പോലെ കൊണ്ടുപോകാമല്ലോ. എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഒന്ന് പേക്ക് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും അതാ സഫീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. ഉമ്മ, ഞാൻ ഒരു കാര്യം പറഞ്ഞതിൻ്റെ ഇത് ഉമ്മ കാണിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. മോനെ, എന്തിനാ പൊന്നു മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആഷി എന്നെ പറ്റിക്കാൻ വേണ്ടതേ പറഞ്ഞതായിരിക്കില്ലേ? അല്ലുമ്മ, ഞാൻ ഉമ്മാനോട് ചോദിക്കട്ടെ, ഉമ്മാക്ക് ഏത് രീതിയിലുള്ള ഏത് മോഡൽ വീടാണ് വേണ്ടത്? അതാണ് ഞാൻ ചോദിച്ചത്. അതെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനും ഒന്നും എനിക്ക് കിട്ടൂല. അതെ, എനിക്കൊപ്പം എൻ്റെ ഉമ്മ നിൽക്കാറുമില്ല. എനിക്ക് എൻ്റെ ഉമ്മയെ കൂടുതൽ സ്നേഹിക്കാനോ ഉമ്മയോടൊപ്പം നിൽക്കാനും നല്ല ആഗ്രഹമാണ്. പക്ഷെ എന്ത് ചെയ്യും, ഉമ്മാക്ക് അതിനൊന്നും ഒഴിവില്ല. പൊന്നു മോനെ, അതിനെന്താടാ, ഇവിടെ ഒരു ഉമ്മ ഉണ്ടല്ലോ, എന്ത് വേണമെങ്കിലും പറയാം. പിന്നെ ഞാനും ആഷിയും ആയുഷൊക്കെ പിന്നെ കുറച്ച് അങ്ങോട്ടും കൂടി തമാശയൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് കേട്ടോ. വലിയ സ്ട്രിക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് മോനെ. ആ പിന്നെ മോനെ, ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, 2 പേരും നല്ല കുട്ടികളായിട്ട് വളരണം കേട്ടോ. അവിടെ നല്ല രീതിയിൽ പഠിക്കണം, നല്ല മതപണ്ഡിതന്മാരായി തിരിച്ചു വരണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ സമയം അതാ സഫീറിനോട് ഉമ്മ ചോദിക്കുന്നു, അത് മോനെ, എനിക്കൊരു കാര്യം ചോദിക്കാൻ കേട്ടോ, ആഷി കേൾക്കണ്ട. അല്ല, എന്താ ഹാദിയുടെ വർത്താനം എന്താ? അവളെ കാലിന് എന്താ ട്രീറ്റ്മെൻറ്റിന് പോവാന്നൊക്കെ പറഞ്ഞിരുന്നു. അതല്ല പൊന്നു മോനെ, എൻ്റെ മോൻ ആദ്യം കൊതിച്ചത് ഹാദിയെ തന്നെയായിരുന്നു. ആ പിന്നെ അതിനിടയ്ക്ക് ഈജിപ്തിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയപ്പോഴേ അതൊന്നും നിങ്ങളുടെ നടന്നില്ല. എന്നാൽ സത്യം പറഞ്ഞാൽ ഓളെ കല്യാണം കഴിയാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വരെ ഞാൻ ഒന്ന് വേദനിച്ചിരുന്നു. സത്യമായിട്ടും എൻ്റെ കുട്ടിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു തോന്നണം. പക്ഷെ പിന്നെ എന്താന്ന് വെച്ചാൽ ഓല് വലിയ ആൾക്കാരല്ലേ, ഓല് നല്ല പണവും പ്രതാപമൊക്കെ ഉള്ള ആൾക്കാരല്ലേ. അതുകൊണ്ട് തന്നെ പൊന്നു മോനെ, നമ്മളെ നമ്മൾ ഇടത്തരം ആൾക്കാരാണ്. ആ തീരെ ഇല്ല, എന്നാലേറ്റേ കൂടുതലില്ലേനും ഇങ്ങനെ ലിമിറ്റിന് പോകുന്നുണ്ട്. അപ്പം പിന്നെ ഇങ്ങനത്തോടത്തൊക്കെ അവർ കെട്ടിക്കോന്ന് എനിക്കറിയില്ല. അവർ കുറേ സ്വത്തും മുതലും സമ്പത്തൊക്കെ ഉള്ള ആൾക്കാരല്ലേ. അതുകൊണ്ടാണ് മോനെ എനിക്കത് തുറന്ന് പറയാൻ ഒരു മടി. എന്നാൽ സഫീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ, അതെ ഉമ്മ, അത് ആഷി അവളെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോനെ, സത്യമായിട്ടും? അതെ ഉമ്മ. എന്നിട്ട് അവനെന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് നാണം കൊണ്ടായിരിക്കും. ഇൻഷാ അല്ലാ എന്തൊക്കെ തന്നെയാലും ഒന്ന് പോയി വരാം. അപ്പോഴേക്കും അവളുടെ കാലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ശരിക്കും റെഡിയാകുമല്ലോ. അപ്പം ഇൻഷാ അല്ലാ നമുക്ക് നിക്കാഹൊക്കെ നടത്താം. സത്യം പറഞ്ഞാൽ ആ ഉമ്മ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിച്ചു. എൻ്റെ ആഷി ഇതൊന്നും എന്നോട് പറഞ്ഞില്ല. എനിക്കാണെങ്കിൽ ആ പെൺകുട്ടീനെ ഇഷ്ടമായിരുന്നു. ആ കാലിൻ്റെ അസുഖമൊക്കെ ഇപ്പം അങ്ങോട്ട് മാറൂലേ. ജന്മനാ വൈകല്യമുള്ള കുട്ടിയൊന്നും അല്ലല്ലോ ഇത്. പറഞ്ഞാൽ പിന്നെ പറ്റിപ്പോയത് അതൊക്കെ റെഡിയാക്കാൻ പറ്റുമേ, എന്താന്നില്ലേ. ഉമ്മക്ക് എങ്ങനെയെങ്കിലും ആഷിയെ കൊണ്ട് അവളെ കെട്ടിക്കണം എന്ന് തന്നെയായിരുന്നു. പക്ഷേ കാലുകൊണ്ട് വയ്യാത്ത കുട്ടിയെ അതിപ്പോൾ ആഷിയെ കൊണ്ട് കെട്ടിക്കാന്ന് പറയുമ്പോൾ ആഷി എന്തെങ്കിലും കരുതുമെന്ന് കരുതിയിട്ടാണ് ഉമ്മ അത് അവനിൽ നിന്ന് മിണ്ടാതിങ്ങ് നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആഷി അങ്ങോട്ട് വന്നു. എന്താ ഉമ്മാൻ്റെയും മോൻ്റെയും സംസാരമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. അതങ്ങനെ പെട്ടെന്നൊന്നും കഴിയൂലല്ലോ. കല്യാണപ്രായമായ മക്കൾ ഉണ്ടാകുമ്പോഴേ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി എന്നൊക്കെ പറയണത് എല്ലാ ഉമ്മമാർക്കും ഒരു ആഗ്രഹമുള്ളത് തന്നെ ആയിരിക്കും. പെൺകുട്ടിയോ? ഉമ്മക്ക് ഐഷു ഇല്ലേ? എൻ്റെ പൊന്നു മോൻ, ഐഷുവിന് ഇനി കാക്കാൻ പറ്റുമോ? ഐഷു ഹബീബ് ഉസ്താദിൻ്റെ കൂടെ പോവൂലേ? അവരൊക്കെ ഇപ്പോൾ പോകൂല മോനെ. അതൊന്നും നമുക്ക് സ്ഥിരമായിട്ടൊന്നും ഉണ്ടാവില്ലടാ. എന്തുമ്മ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല. ഉമ്മ ഞാൻ ഇപ്പം തന്നെ കല്യാണം കഴിക്കണമെന്നാണോ ഉമ്മ പറയുന്നത്? മോനെ, അങ്ങനെയല്ല, എന്നാലും ഒന്ന് പറഞ്ഞു വെച്ചാൽ. എന്ത് പറഞ്ഞു വെക്കുക? കല്യാണത്തിൻ്റെ കാര്യമോ? എൻ്റെ പൊന്നുമ്മ, ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെ കല്യാണത്തിന് സമ്മതിക്കൂല. അവർക്കൊക്കെ ഗവൺമെൻറ് ജോലി വേണം, അത് വലിയ വലിയ ഉദ്യോഗസ്ഥരാകണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെയാണ്. പഴയ കാലത്താണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. സ്ത്രീധനം കെട്ട് പെണ്ണുങ്ങളടുത്ത് നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയായിരുന്നു. 100 എന്ന് പറഞ്ഞാൽ 100 കിട്ടും. 50 എന്ന് പറഞ്ഞാൽ അങ്ങനെ. പിന്നെ ഇപ്പം എന്താ,
അന്ന് ആണുങ്ങൾക്ക് ഒരു പണിയില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മഹർ വരെ സ്ത്രീധനത്തിൽ നിന്ന് എടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ ഒരു 20 വർഷം 10-15 വർഷം മുമ്പത്തേക്ക് അങ്ങോട്ട് ആലോചിച്ചാൽ, 15 വേണ്ട ഒരു 10 വർഷം മുമ്പിലേക്ക് അങ്ങോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ, അതെ, സ്ത്രീധനം വാങ്ങുന്നു, സ്വർണം വാങ്ങുന്നു, അതിൽ നിന്ന് എന്താ പറയുക മഹർ, അതിൽ നിന്ന് തന്നെ മഹർ ഉണ്ടായി കൊടുക്കുന്നു, കല്യാണ ചിലവ്. എന്ത് സുഖമായിരുന്നു. ഒരു കാലത്ത് ആണുങ്ങൾ നല്ലോണം അങ്ങോട്ട് സുഖിച്ചിരുന്നു. ഒരു കാലത്ത് ആണുങ്ങളെന്ന് പറയുമ്പോൾ എന്തായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ആൺകുട്ടിയാണല്ലേ, പെൺകുട്ടി എന്ന് പറയുമ്പോൾ അല്ലോ പെൺകുട്ടിക്ക് സ്ത്രീധനം പൊന്നും കൊടുത്ത് കെട്ടിക്കണല്ലോ, ആ ഒരു ചിന്തയായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പം അത് ഒരുപാട് മാറ്റങ്ങൾ വന്നുമ്മ. അതെ മോനെ, ഞാൻ ഒരിക്കലും എൻ്റെ കുട്ടിക്ക് സ്ത്രീധനം വാങ്ങണമെന്നോ അതൊന്നും എനിക്ക് ആഗ്രഹമില്ല. അതെ, നമ്മൾ അങ്ങോട്ട് കൊടുക്കാന്നല്ലാതെ ഉമ്മ മഹറിനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കട്ടെ ഉമ്മ, എന്നിട്ട് പോരെ. ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ റേറ്റുകൾ കണ്ടില്ലേ? ആ മോനെ, സ്വർണത്തിന് ഇതാ 1.5 ലക്ഷം പോലെ ആയില്ലേ. പണിക്കൂലൊക്കെ കൂടി വരുമ്പോൾ 1.5 ലക്ഷത്തിൻ്റെ ഒക്കെ പുറത്ത് 1.25 ആയി വരും. അല്ല, എന്തുമ്മ, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ പെട്ടെന്ന്? ഒന്നുമില്ല മോനെ. പിന്നെ മോനെ, മോനിക്ക് കേൾക്കണോ? മഹർ കൊടുക്കാന്ന് വെച്ചാൽ സ്വർണം മാത്രമാണെന്നില്ല, മൂല്യമുള്ളത് എന്തുന്നാ. എൻ്റെ കുട്ടിക്ക് ഒരു പുതിയ മുസായിഫ് അങ്ങോട്ട് വാങ്ങിക്കോ, എന്നിട്ട് ഓൾക്ക് മഹർ കൊടുത്തോ. അല്ലോ നിങ്ങൾ ആരെ കാര്യം പറയണത്? ആരെ കാര്യം പറയണത്? അല്ല മോനെ, ഞാൻ പറയാമെന്ന് മാത്രം, എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം ഒന്ന് പറയാമെന്ന് മാത്രം. അല്ലമ്മ സത്യം പറയും, ഉമ്മാൻ്റെ മനസ്സിൽ ആരാ ഉള്ളത്? എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ അത് പറഞ്ഞിട്ട് ഈ ടെൻഷനായിക്കാണ്ട്. എന്നാൽ ഉമ്മയുടെ മനസ്സിൽ ആദ്യ തന്നെയായിരുന്നു. എന്നാൽ കാലുകൊണ്ട് സുഖമില്ലാത്തത് കൊണ്ട് ആദ്യയെ സ്വീകരിക്കാൻ തൻ്റെ മോൻ തയ്യാറാകില്ല എന്ന് കരുതിയിട്ടാണ് അവർ പേടിച്ച് മിണ്ടാതെ നിൽക്കുന്നത്. എൻ്റെ ഉമ്മാൻ്റെ മനസ്സിൽ എന്തൊക്കെ പ്ലാനിങ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അതെ മോനെ, അത് കുറച്ച് മുമ്പേ തുടങ്ങിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എന്താ അറിയില്ല, പഠിച്ചോ സാധിപ്പിച്ച് തരുമോ എന്താവും. എൻ്റെ എന്താ നിങ്ങളിങ്ങനെ? അല്ല, നിങ്ങൾക്ക് സഫീർ പുതിയ വീടൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ടൊക്കെ എന്ന് കേട്ടു. ആടാ, പുതിയൊരു മരുമകളൊക്കെ വരുമ്പോൾ പുതിയ വീടൊക്കെ ഉണ്ടേ. നമ്മളെ വീട് പഴയ തട്ടുള്ള മാളിയ വീടാണ്. ഇതൊന്നും ആർക്കും പറ്റൂല. കണ്ടില്ലേ, ഇവിടെയൊക്കെ മരം കൊണ്ട് തട്ടിട്ട വീടാണ്. അതൊക്കെ ഒരു ഭാഗം ചെതലൊടിച്ച് അങ്ങനെ ഇരിക്കണ്. ഏതായാലും പണ്ടത്തെ മാളിയപ്പരല്ലേ, പൊളിച്ച് ഒഴിവാക്കാൻ നിങ്ങളെ ബാപ്പാക്കൊന്നും പറ്റൂല. അങ്ങനെയൊക്കെയാണ്. അല്ല, ഏതായാലും പുതിയെണ്ണങ്ങളൊക്കെ കയറി വരുമ്പോൾ കുറച്ച് നല്ലൊരു വീടൊക്കെ വേണ്ടേ എൻ്റെ പൊന്നുമ്മ. അതൊക്കെ ആയിട്ട് വേണ്ട, അപ്പോഴൊക്കെ ഇൻഷാ അല്ലാഹ് ഞാനൊക്കെ സെറ്റാക്കുമ്മ. അല്ല മോനെ, അധികം വൈകിപ്പിക്കണ്ട. എന്ത്? എൻ്റെ കല്യാണേ. എന്നാൽ ആശുസ്തത് ചിരിച്ചു പോയി. പഠിച്ചോനെ, എൻ്റെ ഉമ്മ ഇത് അതാണ് നീയത്ത്. ഉമ്മ ആയുഷ് പോട്ടെ, ആയുഷ് പോയിട്ടുള്ള പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങ് വരും. എന്നിട്ട് നമുക്കങ്ങ് ഉഷാറാക്കാം, പോരെ? നടക്കൂല, അത് കഴിയൂല. എന്താ, ഈ പെണ്ണിട്ടം പ്രായമായിട്ടില്ലേ? അനക്കെത്ര വയസ്സായി? എൻ്റെ ഉമ്മ, എനിക്കാകെ 22-23 വയസ്സായിട്ടുള്ളൂ. എടാ, 20 വയസ്സിൽ എൻ്റെ ബാപ്പാക്ക് കുട്ടി ഉണ്ടായിക്കണ്. അതെ, അന്നൊക്കെ 18 വയസ്സാകുമ്പോൾ തന്നെ ആണുങ്ങൾ കല്യാണം കഴിക്കുമായിരുന്നു. ഇപ്പം എന്താ, അനക്കിപ്പോൾ 23 വയസ്സായില്ലേ? 23 വയസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണ് കെട്ടി കുട്ടി ഉണ്ടാണ് പ്രായമായി. 20 വയസ്സിലെങ്കിലും കെട്ടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ ഉമ്മ, നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ 25-ലാണ് കല്യാണം കഴിച്ചത്. അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ നീ പറയുന്നത് ഇനി അതിനേക്കാളും കുറേ പോകണമെന്നല്ലേ? എൻ്റെ പൊന്നു മോനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ കുട്ടി അടുത്ത പ്രാവശ്യം വരുമ്പോഴെങ്കിലും എനിക്ക് ആ പെണ്ണിനെ ഇങ്ങോട്ട് കൈ പിടിച്ച് കയറ്റണം. ഉമ്മ ആരാണ്? ആരെങ്കിലും ഉമ്മ കണ്ടു വെച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടൊക്കെ വെച്ചിക്കണ്. ആരാ ഉമ്മ? എന്നോടൊന്ന് പറയോ? എനിക്ക് ഇഷ്ടമോ നോക്കാനാണ്. എന്നോട് ഞാൻ പറയില്ല. അഥവാ പറഞ്ഞാൽ ഇഷ്ടമായില്ലെങ്കിലേ എൻ്റെ മനസ്സിലത്തെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് തീർന്നു പോവും. അതെ, വീട് റെഡിയാക്കണം ഇൻഷാ അല്ലാഹ് പെട്ടെന്ന്. ഏതെങ്കിലും പെൺകുട്ടികൾ കയറി വന്നാൽ നമ്മൾ അടുക്കളയും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ എന്താ ഇതിൻ്റെ ഒരു കോലം? അതെ, പഴയ ജനലും കാര്യങ്ങളും ഊട്ടേജും പിന്നെ മേലിൽ തട്ടും അതും ഇതൊക്കെ ആയിട്ട് ഇതൊന്നും ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് തന്നെ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടം. എൻ്റെ ഉമ്മ, എൻ്റെ കൂടെ ജീവിക്കണ പെണ്ണ് അതിനിപ്പോൾ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഏത് ചെറ്റക്കുടിലേക്കാണെങ്കിലും ഓള് വരുമല്ലോ ഉമ്മ. പിന്നെന്താ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. 1 ദിവസത്തിന് 2 ദിവസത്തിനൊന്നല്ല,
സ്നേഹം തോന്നുമ്പോൾ അങ്ങനെയൊക്കെ പറയും. എൻ്റെ ഭർത്താവിൻ്റെ നെഞ്ചിലെ ചൂട് മതി എനിക്ക്, എനിക്ക് അത് മതി ഇത് മതി എന്നൊക്കെ പറയും. കല്യാണം കഴിഞ്ഞേ ആദ്യം ഭയങ്കര ഓൾക്ക് ഇഷ്ടം കൊണ്ട് എന്താവും, ഒന്നും വേണ്ട ഓനെ മാത്രം മതിയാവും. എന്നാൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് കണ്ട് കഴിയുമ്പോൾ തുടങ്ങും, നിങ്ങളെ വീട് തീരെ സൗകര്യമില്ല, നിങ്ങളെ വീട്ടിലെ അകത്തൊന്നും ബാത്റൂമില്ല, നിങ്ങളെ വീടെന്താ പഴയ മാളികപ്പുരയാണോ, നിങ്ങളെ വീട്ടിൽ ചെതലുണ്ട്, നിങ്ങളെ വീട്ടിൽ കോട്ടരുമുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്നോരോന്ന് കുറ്റം തുടങ്ങും. എന്തിനാ മോനെ, അതിൻ്റെ ആവശ്യമില്ല. വരുന്നതിന് മുമ്പ് തന്നെ പെൺകുട്ടികൾക്ക് അത്യാവശ്യം നല്ല സുഖത്തിൽ താമസിക്കാനുള്ള വീടും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. എന്നിട്ട് ഉമ്മ ഇൻഷാ അല്ലാഹ് അതൊക്കെ റെഡിയാക്കാം കേട്ടോ. അതുകൊണ്ടൊന്നും ഉമ്മ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താ വെച്ചാൽ ഞാൻ ചെയ്യും. മോനെ ഇതൊക്കെ പാക്ക് ചെയ്യട്ടെ? പാക്ക് ചെയ്യാം. എന്നാൽ ഈ സമയം അതാ നമ്മുടെ റിസ്വാന വക്കീൽ പെണ്ണ് കണ്ടു പോയതിനു ശേഷം അവളുടെ മനസ്സാകെ തളർന്നു പോയിരുന്നു. ഒരു നിമിഷം അവൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയട്ടെ തോന്നി. എന്നാൽ ഉമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചു, മോളെ. മോളെ, എങ്ങനെയുണ്ട് ചെക്കന്? ഉമ്മ, എന്തുമ്മ എന്നോടൊരു വാക്ക് പറയാതിരുന്നത്? എന്താ മോളെ, അതൊക്കെ പറഞ്ഞിട്ട് വേണ്ടോ? നമ്മളോട് ഇങ്ങനെ നിർബന്ധിക്കല്ലേ, അവളെ കെട്ടിച്ചു തരുമോ, പൊന്നു പോലെ നോക്കാം, ബിസിനസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അവരെ പിതാവ് എന്താ വലിയ ഉദ്യോഗസ്ഥനാണ്, മോന് വലിയ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അങ്ങനെ പറയുമ്പോൾ പിന്നെ എന്താ പിന്നെ ആദ്യത്തെ വരുന്ന ആലോചന അല്ലേ, വെറുതെ തട്ടി മാറ്റി കലണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഉമ്മ, ഞാനിപ്പോൾ ഓക്കെ അല്ലായിരുന്നു. എന്താ മോളെ? ഉമ്മാക്കും ഉപ്പാക്കും ആകെ ഒരേ ഒരു തരിയല്ലേ നീ ഉള്ളത്. നിന്നെ ഒരാളുടെ കയ്യിലേൽപ്പിച്ച് കണ്ടാൽ ഞങ്ങൾക്കും സമാധാനമല്ലേ? അതെ, നിൻ്റെ പാപ്പ ബിസിനസ്സുമായിട്ട് ഇങ്ങോട്ട് വന്നു, ഞാനും അങ്ങോട്ട് വന്നു. അത് നീ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലേക്ക് തന്നെ പോയി. അപ്പോൾ എൻ്റെ ബാപ്പാൻ്റെ മനസ്സിലുണ്ടായിരുന്നു മോള് ഒറ്റയ്ക്ക് ജീവിക്കാമെന്ന് പറയുമ്പോൾ അതൊരു പ്രയാസമല്ലേ. അവളാണെങ്കിൽ നമ്മളെ കൂടെ ഇവിടെ നിൽക്കുന്നുമില്ല, അവൾക്ക് പഠിക്കണം, എന്തെങ്കിലുമൊക്കെ ആണെന്നുള്ള ചിന്തയാണ്. എന്നാൽ മോളുടെ നിക്കാഹ് അങ്ങോട്ട് കഴിച്ചാൽ ഓല് രണ്ടാളും എന്താ ചായിക്കോളല്ലോ. എന്നാൽ പിന്നെ പോക്കും വരവും ഒക്കെ ഓല് തമ്മിൽ ആയിക്കഴിഞ്ഞാൽ അത് സമാധാനാവൂലേ. നമുക്കിന്ന് ഓലെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് മോളെ ഉപ്പ പറഞ്ഞത്. പിന്നെ ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ അതുമല്ല, ഉപ്പ പറഞ്ഞു എന്നാൽ പിന്നെ സമാധാനമായി, ഓളെ കാര്യത്തിൽ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചനകളും ഇങ്ങനെ വരുന്നുണ്ട്. അതാണ് പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയത്. അപ്പം വിചാരിച്ചു, ഞാൻ പറഞ്ഞു മോളിഞ്ഞി ഇങ്ങോട്ട് വരും, അല്ല ഞങ്ങൾ ഇവിടുന്ന് തന്നെ കണ്ടോളാം, അങ്ങനെ നിർബന്ധം പിടിച്ചതാണ് മോളെ. എത്ര പറഞ്ഞ് ഞങ്ങൾ മോൾക്ക് സമ്മതം ആവൂല, ഞങ്ങോട്ട് വന്നിട്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അവിടെ തന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. അല്ല മോളെ, എന്താ എന്നിട്ട് മോളുടെ അഭിപ്രായം? പെട്ടെന്ന് നമുക്ക് നിക്കാഹൊക്കെ ആക്കാലേ? ഉമ്മ ദയവായി ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കില്ലേ. ശരിയാണ്, അവർ വന്ന് പോയി, മാന്യമായി അവരെ സ്വീകരിച്ചു, അവർ പോവുകയും ചെയ്തു. പക്ഷേ ഉമ്മ, എനിക്ക് ഉമ്മ അത് ഉൾക്കൊള്ളാൻ കഴിയണില്ല. എൻ്റെ പൊന്നുമോളെന്താ അങ്ങനെയൊക്കെ പറയുന്നത്? മോൾക്ക് ഇഷ്ടപ്പെട്ട് എന്നെ കല്യാണം കഴിക്കണം, നിർബന്ധിപ്പിക്കൊന്നുമില്ല. കാരണം മോൾക്ക് അറിയാലോ എന്തൊക്കെ എങ്ങനെയൊക്കെ വേണമെന്നല്ല. കാരണം എൻ്റെ മോള് പഠിച്ചൊരു വക്കീലായതാണ്. അതുകൊണ്ട് തന്നെ മോൾക്ക് നല്ലതും ചീത്തയൊക്കെ തിരഞ്ഞെടുക്കാനൊക്കെ അറിയാം. പക്ഷേ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ തട്ടിക്കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ചിലപ്പോൾ ആദ്യത്തെ നല്ലതായിരിക്കും എന്നൊക്കെയുണ്ട്. അപ്പം പിന്നെ അങ്ങനെ ആക്കാമെന്ന് പറഞ്ഞു. ഉപ്പാനെ നിരന്തരം വിളിക്കുകയായിരുന്നു. പിന്നെ ഇപ്പം എന്താ മോളെ ചെയ്യാം? അല്ലാതെ എനിക്ക് മോളിങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പോര്. ഉമ്മ, ഞാൻ വരാം. ആയിക്കോട്ടെ. പിന്നെ എന്നാ വരിക? അല്ല ഇനിയിപ്പം നിക്കാഹൊക്കെ ഉമ്മ അതിനെക്കുറിച്ച് ആലോചിക്കാം നമുക്ക്. ഇപ്പം അതിനെക്കുറിച്ച് ഉമ്മ ചിന്തിക്കല്ലേ. ഞാൻ മജിസ്ട്രേറ്റ് എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ്. അതെ, ഉമ്മാൻ്റെ മോള് ഒരു ജഡ്ജിയായിട്ട് ഇറങ്ങാൻ ഉമ്മക്ക് താല്പര്യമില്ലേ? മോളെ ഉണ്ട്, മക്കൾ പഠിക്കണം, അതൊക്കെ ആഗ്രഹം തന്നെയാണ്. അല്ലുമ്മ, അതിനൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഉമ്മ എന്നെ അവർ വിടുമോ? പിന്നെ എന്തിനെങ്കിലൊക്കെ മോളെ അതിനൊക്കെ സമ്മതിച്ചിട്ട് മതിയല്ലോ, അല്ലാതെ ഇപ്പോൾ എടുത്ത് ചാടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാൽ ഈ സമയം അതാ അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. അല്ലാ, ആഷി ഉസ്താദോ? ഉമ്മ, മോളെ എന്നാൽ പിന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സങ്കടത്തോടെ ഉമ്മയോട് സംസാരിച്ചിരുന്ന അവളുടെ ഫോണിലേക്ക് ആഷി ഉസ്താദ് വിളിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. എവിടെ മോളെ? വലൈക്കും അസ്സലാം. ഉസ്താദേ, എന്താ മോളുടെ ശബ്ദം വല്ലാണ്ടായിരിക്കുന്നല്ലോ? അത് ഒന്നുമില്ല, ഉമ്മ വിളിക്കുകയായിരുന്നു. ഉമ്മ വിളിക്കുന്ന എന്തിനാ ഇത്രമാത്രം ടെൻഷൻ ആവുന്നത്? അല്ല, എന്തായി പെണ്ണ് കാണലൊക്കെ? എന്നാൽ അത് കേട്ടപ്പോൾ അവളൊന്നും മിണ്ടിയില്ല. അതെ, പിന്നെ എന്തു പറ്റി മോളെ?
റിസ്വാന, എന്താ എന്താ ഉം? എന്തൊക്കെ തന്നെയാലും പെണ്ണുങ്ങളെ കഴിഞ്ഞല്ലോ അല്ലേ? ഇനിയിപ്പോൾ അടുത്ത് നിക്കാഹും കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉസ്താദേ, പ്ലീസ്, എനിക്ക് താല്പര്യമില്ല, ദുആ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതില്ലാതാവും, ദുആ ചെയ്യണം. എൻ്റെ ഉസ്താദല്ലേ നിങ്ങൾ? ഹാ, അതെ. അവളുടെ ആ കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും ഉസ്താദിന് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. ഇല്ലട്ടോ, സാരല്ല, ഹയറാണെങ്കിൽ നടക്കട്ടെ, ഷെറനെ ഒഴിഞ്ഞു പോട്ടെ, നമുക്കത് ദുആ ചെയ്യാം. ഉസ്താദേ, ഏയ്, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നടത്തിയാൽ മതി കേട്ടോ. എന്നാൽ ഈ സമയം പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഞങ്ങൾ പോവാണ് കേട്ടോ. ഞാനും സഫീറും പോകണം. ഒരുപാട് നന്ദിയുണ്ട് കേസിലൊക്കെ വിജയിപ്പിച്ച് തന്നതിൽ. ഞങ്ങൾ ഈജിപ്തിലേക്ക് പോവുകയാണ് പഠനത്തിന് കാര്യത്തിന് വേണ്ടിയിട്ട്. ഒരു നിമിഷം റിസ്വാന വക്കീൽ ചോദിച്ചു, അല്ല, അപ്പോൾ ഇനി ഇനി ഇൻഷാല്ല 4 വർഷത്തെ കോഴ്സല്ലേ, 1 വർഷം പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. അതിനിടയ്ക്ക് 1 വർഷം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ വരും, അങ്ങനെയൊക്കെ തന്നെ. അല്ലാതെ ഇപ്പോൾ അവിടുന്ന് ഇത്രയും ദൂരം. ആയിക്കോട്ടെ ഉസ്താദേ. പിന്നെ എന്തൊക്കെ തന്നെയാലും നിങ്ങൾ രണ്ടുപേരെയും എനിക്ക് മറക്കാൻ കഴിയില്ല കേട്ടോ. ആഹാ, മറക്കാൻ പാടില്ലല്ലോ. പിന്നെ എൻ്റെ ശിഷ്യ എന്നുള്ള നിലക്ക് എൻ്റെ കുട്ടിക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യും കേട്ടോ. ഹൈറാണെങ്കിൽ വിവാഹം നടക്കട്ടെ, ഷെറാണെങ്കിൽ അങ്ങ് ഒഴിഞ്ഞു പോട്ടെ, അത് മാത്രം ദുആ ചെയ്താൽ മതി കേട്ടോ ഉസ്താദേ. ആയിക്കോട്ടെ. അവൾ വിതുമ്പുന്ന മനസ്സോടെ ഫോൺ കട്ട് ചെയ്തു. എന്നാൽ സഫീർ അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ലൗഡ് സ്പീക്കർ ഇട്ടിട്ടായിരുന്നു ഉസ്താദ് സംസാരിച്ചിരുന്നത്. ആഹാ, എൻ്റെ പിന്നിലുണ്ടായിരുന്നോ? അതെ. എന്താ എന്താ കാര്യം? എൻ്റെ പൊന്നു സഫീർ, അവൾക്ക് അവനിഷ്ടമല്ലത്രേ. ആ കല്യാണത്തിന് ആ പെണ്ണിന് താല്പര്യമില്ലത്രേ. എന്താപ്പം ചെയ്യാം? എന്നാൽ അത് കേട്ട സഫീറിൻ്റെ മനസ്സിലൂടെ ഒരു ലഡ്ഡു പൊട്ടി. മാഷാ അല്ലാ, പഠിച്ചോനെ, അല്ലാ, സത്യം ആശ്വസ്തതെ, സത്യമാണോ? അവൾക്ക് തീരെ താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിക്കും. എന്നോട് അതില്ലാതാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വരെ പറഞ്ഞു. സഫീറിൻ്റെ മനസ്സിൽ ഒരുപാട് റോസാപ്പൂക്കൾ വിരിയുന്നു. അതെ, ഒരു നിമിഷം അവൻ്റെ മനസ്സിലേക്ക് റിസ്വാന വക്കീൽ ഓടിയെത്തി. അവളുടെ മനോഹരമായ മുഖം അവൻ്റെ നെഞ്ചിനുള്ളിലേക്കങ്ങ് പതിഞ്ഞിരുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.